നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴ ആൻഡ് ക്രൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ് കഥ എഴുതുന്നത്. നമ്മളൊരു കഥയൊക്കെ ആ സമയത്തേക്ക് ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞത് വെച്ചിട്ടൊരു കഥ ഞാൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കഥ എഴുതുന്നത്, അതേപോലെ തന്നെ ആ കഥ എങ്ങനെയാണ് തിരക്കഥയാക്കുന്നത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് ആ തിരക്കഥയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഈ എപ്പിസോഡിൽ പറയാം. അതുപോലെ തന്നെ സംഭാഷണം എഴുതുന്നതും ഈ എപ്പിസോഡിൽ തന്നെ നമുക്ക് കാണിക്കാം. ഇത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പ്രാക്ടിക്കലായിട്ട്, അതായത് എൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുന്നത്. ഇതൊരിക്കലും എല്ലാവരും ഇതേപോലെ ചെയ്യണം എന്നുള്ളതല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതൊരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഇത് വൺ ലൈന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചു. വൺ ലൈൻ തിരക്കഥ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഈ കോളങ്ങൾ നമ്മൾ വരച്ചിരിക്കുന്ന ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്നത് എന്താണെന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കഥയെ ഒരു ചെറിയൊരു കഥയാണ്. അതൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു കഥ നമ്മളൊരു ചെറിയൊരു ഇതിൽ നമ്മൾ എഴുതുകയും അതിന് നമ്മളതിൻ്റെ, അതായത് ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ബസ് സ്റ്റോപ്പിൽ കൂടി നിൽക്കുന്ന കുറേ ആളുകൾ, എല്ലാവരുടെയും മനസ്സിൽ ഭീതി നിറയ്ക്കുന്ന കഥകൾ. കാരണം പോലീസ് അനൗൺസ്മെൻറ്റ് കേൾക്കുന്നു, ആരോ ഒരാൾ വൈറസ് കുത്തിവയ്ക്കാനായി ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെയാണെന്നൊക്കെ പറയും. ഒരു കഥ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ വൺ ലൈൻ എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത്, സിനിമ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ഈ കഥ എങ്ങനെയാണോ സിനിമയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ തിരക്കഥയിൽ ആദ്യം നമ്മൾ കാണിക്കുന്നത്. ഈ തിരക്കഥ എഴുതുന്നതിൻ്റെ കാര്യം എന്ന് പറയാൻ, നമ്മൾ സംഭാഷണം എഴുതുന്ന സമയത്തേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടിന്യൂറ്റി ഉള്ള സീനുകൾ നമുക്കറിയാൻ പറ്റുന്നു. നമുക്ക് ഇതൊരു ഒതുക്കത്തിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് സീനിൽ നമ്മൾ പ്രതിപാദിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരക്കഥ ഒരുക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സീൻ, ഒന്നാമത്തെ സീൻ, സിനിമ തുടങ്ങുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെയുള്ള ഒരു കഥയാണ് ഫസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സീൻ എങ്ങനെ തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഡേ എക്സ്റ്റീരിയർ, അതൊരു മോർണിംഗിലാണ്. അപ്പോൾ അത് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമത്തിൻ്റെ പേര്, ലൊക്കേഷൻ തുണ്ടുമൺകര ഗ്രാമം. ആ ഗ്രാമമാണ്, ആ കവലയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വായനശാലയോടെ ചേർന്നിരിക്കുന്ന ഒരു ചായക്കട. എന്തായാലും നമ്മുടെ മനസ്സിലേക്ക് ആ കഥ വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നത് ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഗ്രാമത്തിൽ വന്നിരിക്കുന്ന ഒരു ചായക്കടയാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ആദ്യം ആ സിനിമ തുടങ്ങുന്നത് നമ്മൾ ഒരു ചായക്കടയിലെ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോട്ടിൽ നിന്നായിരിക്കും നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ ആ സമയത്തേക്ക് ആ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ സംഭാഷണം, അതേപോലെ ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്തൊക്കെയോ സംസാരിക്കുന്നതൊക്കെ ഒരു പോലീസ് വണ്ടി അതുവഴി അനൗൺസ് ചെയ്ത് പോയിരുന്നു. വൈറസ് കുത്തിവെക്കുവാൻ ആരോ ഒരാൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ആ നാട്ടിലെ സംസാരം. അപ്പോൾ തീർച്ചയായിട്ടും സീൻ 1 അതാണ് നമ്മൾ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ മനസ്സിൽ അതാണ് സീൻ 1 പറയേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. അതാണ് ആ മാറ്റർ. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് അതിനകത്തേക്ക് വരുന്ന ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചായക്കടക്കാരനുണ്ടാകാം, അതേപോലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകാം, അങ്ങനെ കുറേ ആൾക്കാരെ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇനി നമ്മളത് സീൻ എഴുതുമ്പോഴത്തേനും ഞാൻ കാണിക്കാം ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്താണെന്നുള്ളത്. നമ്മളൊരു പേപ്പറിൽ സീൻ എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ സീനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ സീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വരും സീൻ 2. അതുപോലെ ഡേ എക്സ്റ്റീരിയർ, അതായത് പകൽ നടക്കുന്നത് കൊണ്ടാണ് എക്സ്റ്റീരിയർ. ഇൻറ്റീരിയർ പറയുന്നത് ഈ അകത്ത് നടക്കുമ്പോൾ, ഇൻഡോർ നടക്കുന്നതിനാണ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇൻഡോർ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ഉണ്ട്, ഇൻഡോർ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ തന്നെ ആ ഗ്രാമം, അപ്പോൾ ദൂരേന്ന് വരുന്ന പോലീസ് ജീപ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അടുത്ത കണ്ടിന്യൂറ്റി നമ്മൾ അതിൻ്റെ അകത്ത് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് പോലീസ് ജീപ്പ് അനൗൺസ് ചെയ്ത് പോകുന്നു എന്നാണ്. അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ദൂരേന്ന് വരുന്ന ഒരു പോലീസ് ജീപ്പിലാണ് അടുത്ത സീൻ ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ആ പോലീസ് ജീപ്പിൽ അനൗൺസ് ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ അനൗൺസ് ചെയ്തുകൊണ്ട് വരുന്നത് ഭീതി ജനിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. വൈറസ് കുത്തിവെക്കാൻ ആരോ ഇറങ്ങിയിരിക്കുന്നു, ഇപ്പോൾ ആ ചായക്കടയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് ആൾക്കാർ സംസാരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ സീൻ പറയുന്നത്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, പോലീസ് ജീപ്പുണ്ട്, പോലീസുകാരുണ്ട്, കടയിൽ ആൾക്കാരുണ്ട്,
ആൾക്കാരുണ്ട്, ക്രൗഡുണ്ട്. ഇതാണ് രണ്ടാമത്തെ സീനിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് ഈ വൺ ലൈൻ ആക്കുമ്പോൾ, ഈ തിരക്കഥ ആക്കുന്ന സമയത്തേക്ക്, നമ്മൾ സീൻ എഴുതാനിരിക്കുന്ന സമയത്തേക്ക് നമ്മൾ ചിലപ്പോൾ എഴുതുന്നത്, ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് സീനുകൾ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മളൊരു 2 ദിവസമോ 3 ദിവസമോ ഒക്കെ കഴിഞ്ഞാണ്, ഒരു ഉദാഹരണം, ആ കഥാകൃത്ത് എഴുതുന്നത് പിന്നെ 43ാമത്തെ സീനാണ് എഴുതുന്നത്. തീർച്ചയായിട്ടും അയാൾക്ക് ആ സീനിൻ്റെ ഫ്ലോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എഴുതാനിരിക്കുന്ന സമയത്തേക്ക് അയാൾക്ക് പെട്ടെന്ന് വൺ ലൈൻ എടുത്ത് നോക്കുന്ന സമയത്തേക്ക് അയാൾക്ക് അറിയാൻ പറ്റും, ആ കഴിഞ്ഞ 10ാമത്തെ സീനിൽ പറഞ്ഞിരുന്നത് എന്തായിരുന്നു എന്നുള്ളത്. ഇത്രയും എഴുതിയ സീൻ എടുത്ത് നോക്കണ്ട, ജസ്റ്റ് ഇത് നോക്കിയാൽ മനസ്സിലാവും. രണ്ടാമത്തെ സീനിൽ പറഞ്ഞിരുന്നത് എന്താണ്, പോലീസ് വണ്ടിയാണ് വരുന്നത്. അപ്പോൾ പോലീസ് വണ്ടി വരുന്നത്, അപ്പോൾ അതിന് മുമ്പലത്തെ സീനിൽ എങ്ങനെയാണ് അത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ചായക്കടയിൽ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ദൂരെ നിന്ന് അനൗൺസ്മെൻറ്റ് കേൾക്കാം, എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത കട്ട് വരുന്നു, ദൂരെ നിന്ന് പോലീസ് ജീപ്പ് വരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു എഡിറ്റിംഗ് സെൻസ് കൂടെ ഉണ്ടാകണം ഒരു ഡയറക്ടർക്ക്. അതുപോലെ തന്നെ ഒരു കഥ എഴുതുന്ന ആൾക്കും അതുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്കിതൊരു പരിപൂർണതയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പം ഞാനീ പറയുന്നത് ഇത് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ മനസ്സിലുള്ള, ഞാൻ ഇതിനെ സമീപിച്ചിരിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം, അല്ലാതെ ഇത് ഞാൻ പറഞ്ഞത് അതേപോലെ ഇതാണ് സിനിമ എന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത്. എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ 1ാമത്തെയും 2ാമത്തെയും സീൻ വെച്ചിട്ട് നമ്മൾ ഈ 1ാമത്തെ സീൻ, ഇപ്പം ഈ എല്ലാ സീനും എഴുതിയിട്ട് നിങ്ങളിത് മൊത്തം എനിക്ക് കാണിക്കാൻ പറ്റില്ല. എന്തായാലും 1ാമത്തെ സീൻ നമ്മൾ എന്തായാലും എഴുതുന്നതായിരിക്കും. അതിൻ്റെ സംഭാഷണം എങ്ങനെയാണ്, അതിൻ്റെ പശ്ചാത്തലം എഴുതുന്നത്, ഇതെല്ലാം നമ്മൾ 1ാമത്തെ സീനിൽ നമ്മൾ എഴുതാൻ പോവുകയാണ്. ഇനി നമ്മൾ എങ്ങനെയാണ്, നമ്മൾ തിരക്കഥ എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ സംഭാഷണം, അതായത് ഈ 1ാമത്തെ സീൻ, ഈ സീനിൻ്റെ സംഭാഷണം എങ്ങനെ എഴുതും, അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാകണം എന്നുള്ളത് ആ കഥാകൃത്ത്, ഇപ്പം ഇതിൻ്റെ കഥാകൃത്ത് ഞാനാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിലാണല്ലോ ഇതിൻ്റെ സംഭാഷണം നിങ്ങളിലേക്ക് അതെങ്ങനെയാണ് അത് കൺവേ ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ ഇനിയിപ്പം എൻ്റെ മനസ്സിലുള്ളത് ഇനി നിങ്ങളിലേക്ക് എത്തിച്ചു തരണം. അപ്പോൾ അതാണ് 1ാമത്തെ സീൻ. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആ സീൻ, ഇപ്പോൾ തുണ്ടുമൺകര ഗ്രാമം, വായനശാലയോടെ ചേർന്നിരിക്കുന്ന ചായക്കട, അവിടെ സംസാരം, പോലീസ് അനൗൺസ്മെൻറ്റ്, വായനശാലയിൽ നിന്നും ചെറുപ്പക്കാരും സംസാരിക്കുന്നത് തന്നെ. ഇതാണ് നമ്മളുടെ ഒരു മാറ്റർ. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇതൊക്കെയാണ് നമ്മളുടെ 1ാമത്തെ സീനിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1ാമത്തെ സീന് നമുക്ക് എഴുതാം. അപ്പോൾ ആദ്യം ഒരു വൈറ്റ് പേപ്പർ അല്ലേ, അപ്പോൾ A4 പേപ്പർ വേണം. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് ആദ്യം ഒരു മാർജിൻ ആദ്യം വേണം നമുക്കിതിന്. അപ്പോൾ ആദ്യം ഒരു മാർജിൻ നമ്മളിട്ടു. അപ്പോൾ ഒരു മാർജിൻ ഇട്ടു. ഈ പേപ്പറിനെ നമുക്ക് 2ആയിട്ട് അങ്ങ് മടക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാർജിൻ ഇട്ടത് കൂടാതെ നമ്മൾ ഈ പേപ്പറിനെ നമ്മൾ ഒത്ത സെൻറ്ററിലൂടെ നമ്മൾ 2ആയിട്ട് ഇതിനെ തിരിച്ചു. ഓക്കെ, ഇത് 2ആയിട്ട് ഇതിനെ നമ്മൾ തിരിച്ചു, ഒത്ത സെൻറ്ററിലൂടെ. ഇത് മാർജിൻ മടങ്ങിയിരിക്കുന്നു. ഇത് കൂടാതെ ഇതിനെ നമ്മളിങ്ങനെ തിരിച്ചു. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ തിരിച്ചത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇത് നമ്മുടെ നോർമലി ഉള്ളൊരു മാർജിൻ. ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പശ്ചാത്തലമായിരിക്കും എഴുതുന്നത്, റൈറ്റ് സൈഡിലാണ് നമ്മൾ സംഭാഷണം എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പശ്ചാത്തലമായിരിക്കും. ഈ പശ്ചാത്തലം വായിക്കുന്ന സമയത്തേക്ക് ഒരു ആർട്ട് ഡയറക്ടർ ആയിക്കോട്ടെ, ഒരു കോസ്റ്റ്യൂമർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ടെക്നീഷ്യന്മാരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരായിക്കോട്ടെ, ഈ പശ്ചാത്തലം വായിക്കുന്ന സമയത്തേക്ക് എന്താണ് അതിൻ്റെ പശ്ചാത്തലം, എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ, അതിൻ്റെ മൂഡ് എന്താണ് എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാവും. ഇവിടേക്കാണ് നമ്മൾ സംഭാഷണം എഴുതാൻ പോകുന്നത്. അപ്പം നമ്മൾ 1ാമത്തെ സീൻ എഴുതി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിലൂടെ ഈ സൈഡിലാണ് പശ്ചാത്തലം, ഇവിടെയാണ് സംഭാഷണം. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് 1ാമത്തെ സീൻ ഫസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നമ്മൾ ആ ഗ്രാമത്തിൽ നടക്കുന്ന കഥ നമ്മൾ ആദ്യത്തെ ആ വൺ ലൈനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു ചായക്കടയിൽ നടക്കുന്ന സംസാരം, അതെല്ലാം പോലീസ് അനൗൺസ്മെൻറ്റിനെ കുറിച്ചൊക്കെയാണ്. ഇങ്ങനെ ഗ്രാമത്തിൽ വൈറസ് കുത്തിവെക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആളിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ വൺ ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് വായിക്കാം. ആ ഗ്രാമത്തെക്കുറിച്ച് ലൊക്കേഷൻ
തുണ്ടുമൺകര ഗ്രാമം. സീൻ 1, ഡേ എക്സ്റ്റീരിയർ. മഞ്ഞുകണങ്ങൾ തൂക്കി നിൽക്കുന്ന ഗ്രാമം. അതിൽ ചായക്കടയുടെ ഉള്ളിൽ നിന്നും സംസാരം കേൾക്കാം. ഒപ്പം ചായ അടിക്കുന്ന ചായക്കടക്കാരൻ ഗോപാലൻ ചേട്ടൻ. ചായ അടിച്ചുകൊണ്ട് ഗോപാലൻ ചേട്ടൻ. ഗോപാലൻ: ഇതൊക്കെ സത്യമാണോ ബേ? ചാത്തൻ സേവ എന്ന് പറഞ്ഞ് ഇതിലൊരു കല്ല് പിറക്കി എറിഞ്ഞിട്ടുണ്ട് പണ്ട്. അതുപോലെ വല്ലതും ആണോ? അകത്ത് പത്രം വായിച്ച് അത് മടക്കി വെച്ചുകൊണ്ട് ചായ ഒരിറക്ക് കുടിച്ചുകൊണ്ട് ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് അത് കേട്ടുകൊണ്ടിരുന്ന രാമേട്ടൻ: ഇത് സത്യമല്ലാതെ വരില്ല. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ബീച്ചിൽ ഇത് നടന്നത്. നമ്മുടെ ഇവിടെയും ഏതോ ഒരുത്തിന് ഇറങ്ങിയിട്ടുണ്ട്, അത് സത്യമാണ് എന്നൊക്കെ പറഞ്ഞൊരു ഫ്ലോ. നമ്മുടെ മനസ്സിൽ ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള ഒരു ചിന്തകൾ, അവർ പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഗ്രാമത്തിൽ ആ കഥ നടക്കുമ്പോൾ എന്തായിരിക്കും സംഭാഷണം. അപ്പോൾ സംവിധായകൻ അത് ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ചായക്കടക്കാരൻ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന ഷോട്ടിൽ നിന്നായിരിക്കും. ചിലപ്പം അവിടെ നിന്നായിരിക്കും ഒരു എക്സ്റ്റീരിയർ ഫുൾ വൈഡിലായിരിക്കും. ചിലപ്പം ഈ മഞ്ഞുകണങ്ങളെന്ന് പറയുമ്പം നമ്മൾ നിസ്സാരമായിട്ടൊരു കഥാകൃത്ത് എഴുതിയിരിക്കുന്നതല്ല. മഞ്ഞുകണങ്ങൾ തൂക്കി നിൽക്കുന്ന ഗ്രാമം എന്ന് പറയുമ്പോൾ എയർലൈൻ മോർണിംഗ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും രാവിലെ നടക്കുന്നതാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് സംഭാഷണം ഈ സൈഡിൽ വരുന്നു. അതേപോലെ തന്നെ ഇവിടെയാണ് വിഷ്വൽ. അപ്പോൾ ഇതിൻ്റെ ഒരു മൂഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് സീനുകൾ നമ്മൾ എഴുതുന്നത്. ഇനി ഇതിനെ തുടർന്ന് അടുത്ത ആൾ വേറെ സംസാരിക്കും. ഇങ്ങനെ സംസാരിക്കാൻ കുറേ ഉണ്ടാവുമല്ലോ ചായക്കടയിൽ. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടാമത്തെ, അതായത് സബ്സീൻ എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലൊക്കേഷനിൽ തന്നെ ഒരേ സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അടുത്ത ലൊക്കേഷൻ എങ്കിൽ തീർച്ചയായിട്ടും അത് സബ്സീൻ ആയിരിക്കും വരുന്നത്. അതായത് അടുത്ത ലൊക്കേഷനല്ല, അതേ ഒരേ ലൊക്കേഷനിൽ തന്നെ വേറെ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രോ വരുന്ന സീക്വൻസ്. അതായത് ഒരു ഉദാഹരണം, രണ്ടാമത്തെ നമ്മൾ അവിടേക്ക് എൻട്രി ആകുന്നത് ഒരു പോലീസ് വണ്ടിയാണ് ആ ഗ്രാമത്തിലേക്ക്. അപ്പോൾ അത് സബ്സീനാണ് വരുന്നത്. അത് ഒന്നാമത്തെ സീൻ ഇതാണെങ്കിൽ രണ്ടാമത് വരുന്നത് 1A, അതായത് സബ്സീനാണ് വരുന്നത്. ആ സബ്സീൻ എന്ന് പറയുന്നത് ഈ ചായക്കടയിൽ ഇങ്ങനെ സംസാരം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തേക്ക് ദൂരെ നിന്ന് വരുന്ന ഒരു പോലീസ് ജീപ്പിൽ നമ്മൾ ഷോട്ട് ഓപ്പൺ ചെയ്യുന്നു. ആ പോലീസ് ജീപ്പ് അനൗൺസ് ചെയ്തുകൊണ്ട് വരുന്നു. അതിൻ്റെ അകത്ത് കുറേ കട്ട്സുകൾ പോകുന്നു. അതിനുശേഷം അത് വന്നതിന് ശേഷം ആ മാറ്ററിലേക്ക് ഇവരൻ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് അതിൻ്റെ സബ്സീൻ വർക്കൗട്ട് ചെയ്യുന്നത്. അത് നമുക്ക് നമ്മളിതിനെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്ത സീക്വൻസുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അത് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇതെങ്ങനെയാണ് ഒരു തിരക്കഥ സംഭാഷണം എഴുതുന്നതിനെ സ്വാധീനിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. അല്ലാതെ ഇത് വലിച്ചു വാരി നമ്മുടെ മനസ്സിൽ കഥയുണ്ട്, സംഭാഷണമുണ്ട്, ഇതെല്ലാം കൂടെ ഒന്നിച്ചെഴുതി കഴിഞ്ഞാൽ ഒന്നും വായിച്ചാലും മനസ്സിലാകത്തില്ല. ഇതാകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് അതിൻ്റെ മോഡുലേഷൻ, എങ്ങനെ വേണോ അത് പറയാൻ, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ ഈ സംഭാഷണങ്ങളെല്ലാം എഴുതി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ തുടങ്ങുന്നതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഇപ്പം 40ാമത്തെ സീനായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്നത്. ആ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ നമ്മളിലിരിക്കുന്ന തിരക്കഥ എടുത്തിട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം 40ാമത്തെ ഷീട്ട്. അപ്പോൾ 39ാമത്തെ സീൻ എന്തായിരുന്നു? അതിതായിരുന്നു. അപ്പം അത് പെട്ടെന്ന് ആർട്ടിസ്റ്റുകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിൻ്റെ മൂഡ് ഇതാണ് സാർ. ഫസ്റ്റ് ദിവസം വരുമ്പോൾ ആർട്ടിസ്റ്റുകളോടൊരു കഥ പറഞ്ഞതിന് ശേഷം ആ കഴിഞ്ഞ സീൻ എന്തായിരുന്നു എന്നുള്ളത് ആർട്ടിസ്റ്റുകളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് 39ാമത്തെ സീൻ ഇതായിരുന്നു സാർ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ 40ാമത്തെ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ ഭംഗിയായ രീതിയിൽ അവർ പെർഫോം ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് സംഭാഷണം എഴുതുന്ന രീതി, ഇതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അതാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം എന്താ പറയുക, സിനിമയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി ചെറുപ്പക്കാരുണ്ട്. ഈ അടുത്ത സമയത്ത് പോലും പാലായിൽ നിന്ന് വിളിച്ച ഒരാളുണ്ട്. അത് എന്താണ്, ജിതേഷ് കൃഷ്ണനോ അങ്ങനെ എന്തോ ആണ് അയാളുടെ പേര്. പുള്ളി എന്നെ വിളിച്ചത്, പുള്ളിയോട് ആരോ പറഞ്ഞു 3 ലക്ഷം രൂപ, പുള്ളിയുടെ ആകെ ചെറിയ പൈസയേ ഉള്ളൂ, പക്ഷെ പുള്ളിക്കൊരു സിനിമ ചെയ്യണം. എല്ലാ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് ചെയ്യുന്ന, എന്നാൽ 5 ലക്ഷം രൂപയുടെ സബ്സിഡി ഉണ്ട്, ചിത്രാഞ്ജലി പാക്കേജ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ആക്ച്വലി അയാളുടെ ഇരിക്കുന്ന കാശുണ്ടെങ്കിൽ ആ പടം അയക്ക് തീർക്കാം. കാരണം വളരെ ചെറിയൊരു സബ്ജക്റ്റ് ബേസിൽ വളരെ ഇതാണ്, യൂണിറ്റ് ഒന്നും വേണ്ട, എന്തിനാണ് വെറുതെ ഇത് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തപ്പോൾ അയാൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ അടുത്തൊരു സെഗ്മെൻറ്റ് 2020 ഞങ്ങൾ പുതിയൊരു സെഗ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ആ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോബിൻ, നമ്മുടെ ഡിസൈനർ ജോബിൻ മാത്യു ആണ് ആ സെഗ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ 2019 ആ ഒരു പടം നമ്മൾ പിന്നെ ചെയ്തിരുന്നു. ജെസ്സി ഡാനിയൽ എന്ന് പറയുന്ന ഒരു സംവിധായിക, അവർ പത്തനംതിട്ട കോളേജിലെ ഒരു ടീച്ചറാണ്. അപ്പോൾ അവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവർക്ക് ഒരു സിനിമ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിലൊരു കഥയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മളതിന് കൂടുതൽ ഇത് കൊടുത്തുകൊണ്ട് നമ്മൾ അത് ഡയറക്ഷൻ ചെയ്യാൻ വളരെ ചിലവ് ചുരുക്കിയാണ് ആ പടം നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഉൾപ്പെടെ അതിന് കിട്ടുകയുണ്ടായി. അപ്പോൾ അതൊരു പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അഞ്ജലി ബിജു എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. എന്തായാലും 2 ലേഡീസാണ് ഇതിൻ്റെ പിന്നണിയിലുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലിലൂടെ ആ സിനിമ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. പക്ഷേ ഈ സിനിമയിലേക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണ് വന്നത്, ഇതിൻ്റെ സീക്വൻസുകൾ എങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത് എന്നുള്ളതൊക്കെ ജോബിൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തുവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കാണും വരെ ബൈ.